എറണാകുളത്ത് പഴയ നക്സലായിരുന്ന കണ്ണമ്പള്ളിയുടെ വീട്ടില് ഇന്നലെ രാത്രി NIA റെയ്ഡ് നടത്തി. കേരളത്തിലെ നക്സൽ പ്രസ്ഥാനത്തിന് തുടക്കം മുതലേ ഉള്ള ഒരു വ്യക്തി തന്നെയാണ് കണ്ണമ്പള്ളി മുരളീധരൻ എന്ന വ്യക്തി. സ്വീഡനിലെ ഇന്ത്യയുടെ അംബാസഡർ ആയിരുന്ന കണ്ണമ്പള്ളിയുടെ മകനാണ് മുരളീധരൻ. വലിയ വായനയും വലിയ ചിന്താഗതിയും വലിയ ബുദ്ധിജീവിയുമായിരുന്ന പിതാവിൻ്റെ മകൻ അതേ രീതിയിൽ നക്സൽ പ്രസ്ഥാനത്തിലേക്ക് അങ്ങ് പോയി. കേരളത്തിലെ നക്സലിൻ്റെ തുടക്കം മുതലേ നമുക്കറിയാം, കേരളം അറിഞ്ഞത് തന്നെ അവർ ചില ആൾക്കാരെ വധിക്കുകയുണ്ടായി. വെള്ളത്തൂർ സ്റ്റീഫൻ ഉണ്ടായിരുന്നു, അതിനകത്ത് മുണ്ടൂർ രാവുണ്ണി, ഗുരോ വാസു, അങ്ങനെ കേരളത്തിലെ അറിയപ്പെടുന്ന പഴയ നക്സലുകാരാണ് ഇവര്. എല്ലാവരും നല്ല പ്രായമായി. അവർ പലരും ഇന്നും ആ പ്രസ്ഥാനത്തോട് ഒട്ടി നിൽക്കുന്നവരാണ്. ഇപ്പോഴേ ആന്ധ്രയിലെ പീപ്പിൾസ് വാർ ഗ്രൂപ്പ് ആയിരിക്കണം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പം കണ്ണമ്പള്ളിയുടെ വീട്ടിലെ NIA ആ വീട് പൊളിച്ചകത്ത് കയറി അവിടെ പരിശോധന നടത്തിയിരിക്കുന്നത്. വായനയും എഴുത്തും മാത്രമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇപ്പൊ കണ്ണമ്പള്ളി. അദ്ദേഹത്തിന്റെ പിതാവിന്റെ എറണാകുളത്തെ വസ്തു വിറ്റിട്ടാണ് ഇപ്പം കാക്കനാടുള്ള ഈ വീട് വാങ്ങിച്ച് താമസിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും അവിടുന്ന് എന്തൊക്കെ പിടിച്ചെടുത്തു എന്നറിയില്ല. എങ്കിലും കണ്ണമ്പള്ളിയെ പറ്റി ചില ഓർമ്മകളുണ്ട് എനിക്ക്. ഞാൻ സ്പെഷ്യൽ ബ്രാഞ്ചിലെ കോഴിക്കോട് വർക്ക് ചെയ്യുമ്പം പ്രത്യേകിച്ച് നോർത്തേൺ ഡിസ്ട്രിക്റ്റിലെ മിക്കവാറുമുള്ള എല്ലാ ജില്ലകളിലുള്ള സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ വർക്ക് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അകത്തത്തറ പോലീസ് സ്റ്റേഷൻ വയനാട്ടിലെ അവിടെ ചാരാ വിൽപ്പനക്കാരനായ കാട്ടിലുള്ള ഒരാളുടെ ഗോപാലന്റെ ആ വീട്ടിൽ രാത്രി ഒരു പോലീസും ഒരു SIയും 2 പോലീസുകാരും അവിടെ റെയ്ഡ് ചെയ്തു. അവിടുന്ന് 4 പേരെ പിടിച്ചു കൊണ്ടുവന്നു. അകത്തത്തറ പോലീസ് സ്റ്റേഷൻ 2003 ഇവർക്കെതിരായിട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. ആരാണ് ഇവർ പറഞ്ഞവരെ പറ്റി മറ്റു കുറ്റങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നീട് രാത്രിയിൽ അവരെ വിട്ടയക്കുകയും ചെയ്തു. പക്ഷെ വിട്ടയച്ച ശേഷം അതേപ്പറ്റി ഒരു അന്വേഷണം ഞാൻ നടത്തി. എൻ്റെ കൂടെയുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥർ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് വിട്ടയച്ചത് ഒന്ന് മുണ്ടൂർ രാവുണ്ണിയായിരുന്നു, മറ്റേ കേണിച്ചിറ ഗോപാലൻ, കേണിച്ചിറയിലെ മത്തായി വധക്കേസിലെ പ്രതിയായിരുന്നു കേണിച്ചിറ ഗോപാലൻ. മുണ്ടൂർ രാവുണ്ണി, ഒന്ന് കണ്ണമ്പള്ളിയായിരുന്നു, പിന്നെ ഈരാറ്റോട്ടക്കാരൻ സാലി. അങ്ങനെയാണ് തന്നിരിക്കുന്നത്. അങ്ങനെ ആ ഒരു അഡ്രസ്സ് നോക്കിക്കഴിഞ്ഞപ്പോൾ അത് സാലിയെ പറ്റി വിവരങ്ങൾ ലഭിച്ചില്ല. എങ്കിലും ഈരാറ്റോട്ടക്കാരനാണ്, സാലി എന്നാണ് പേര്. ഇവര് 4 പേരുമായിരുന്നു. ആ നക്സൽ ഗ്രൂപ്പിലുള്ളവരൊക്കെ തന്നെയായിരുന്നു അകത്തത്തറ പോലീസ് സ്റ്റേഷൻ പിടിക്കപ്പെട്ടതും പിന്നീട് അവിടുന്ന് വിട്ടയച്ചതും. നമുക്കറിയാം, കേരളത്തിലെ നക്സൽ വർഗീസിന്റെ കൊലപാതകവും അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു IG ശിക്ഷിച്ച കാര്യമൊക്കെ നമുക്കറിയാം. രാജൻ കേസ്, അതിനുശേഷമാണ് രാജൻ കേസ് ഉണ്ടായത്. അത് പ്രൊഫസർ ഈശ്വർ വാര്യരുടെ മകനെ കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിലെ ഹോസ്റ്റലിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയി. പിന്നീട് അയാളെ കണ്ടിട്ടില്ല, അയാളെ കൊന്നു കളഞ്ഞു എന്നൊക്കെയുള്ള കേസുകളും അങ്ങനെ സംബന്ധിക്കുന്ന സിനിമ വരെ ധാരാളം ഇറങ്ങി. ഈശ്വർ വാര്യരുടെ ദുഃഖത്തെ പറ്റിയുള്ള വളരെയധികം ചാനലുകളിലും അദ്ദേഹത്തിന്റെ ടോക്കുകളെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മകനെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയി ഇട്ട് ഇന്ന് വരെ കണ്ടെത്തിയിട്ടില്ല. അദ്ദേഹം മരിക്കുന്നിടം വരെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ദുഃഖം. എഞ്ചിനീയറിംഗ് കോളേജിലെ അന്നത്തെ പ്രിൻസിപ്പൾ ആയിരുന്ന ബെഹറുദ്ദീൻ എന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. അദ്ദേഹമായിരുന്നു അതിന്റെ വാദിയായിട്ട് വന്നത്. രാജൻ എന്ന ഒരു ഹോസ്റ്റൽ വിദ്യാർത്ഥിയെ അവിടെ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഹോസ്റ്റലിൽ നിന്ന് കാണാതെ പോയി എന്നുള്ളതായിരുന്നു തുടക്കം. പിന്നീട് അത് രാജൻ കേസായിട്ടൊക്കെ വളർന്നു. അതിനകത്ത് പല പോലീസ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും കേരളത്തിലെ നക്സൽ പ്രസ്ഥാനത്തിനകത്ത് പഴയ കാലത്തെ വീറും വാശിയൊന്നും കണ്ടില്ലെങ്കിലും പൂക്കോട്ടുപാടത്തെ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെ വനത്തിനുള്ളിൽ വെച്ച് 2016 ചില നക്സലും നമ്മുടെ ഇവിടുത്തെ ആന്റി നക്സൽ സ്ക്വാഡുമായിട്ടുള്ള ഏറ്റുമുട്ടലുണ്ടായി. അതിനകത്ത് ആന്ധ്രാപ്രദേശിൽ കുപ്പു ദേവരാജൻ എന്ന കുപ്പുസ്വാമി വെടിയേറ്റു മരിച്ചു. അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചെന്നൈ പുത്തൂരുള്ള അവിടെ അജിത എന്ന 46 വയസ്സുള്ള സ്ത്രീയും വെടിയേറ്റു മരിച്ച സംഭവം നമുക്കുണ്ടായി.
ഏതായാലും ആ ഡെഡ് ബോഡി വിട്ടുകൊടുക്കാനൊക്കെ പോലീസ് തയ്യാറായിരുന്നു. പക്ഷേ കുപ്പുസ്വാമിയുടെ മാതാപിതാക്കള് വന്ന് ഡെഡ് ബോഡി ഏറ്റുവാങ്ങിച്ചുകൊണ്ട് പോയി. അവരുടെ കുപ്പുസ്വാമിയുടെ അമ്മയും ഉണ്ടായിരുന്നു. അമ്മ പറഞ്ഞ് 35 വർഷമായിട്ട് മകൻ വീട് വിട്ടു പോയിട്ട് പിന്നെ കണ്ടിട്ടില്ല. ഇപ്പോഴാണ്, കാരണം നക്സൽ പ്രസ്ഥാനത്തിലോട്ട് പോയ ശേഷം കുടുംബത്തിലൊന്നും പോയിട്ടില്ല കുപ്പുസ്വാമി. അദ്ദേഹം ഐപ്പാട് അതുപോലെ അറസ്റ്റ് ചെയ്ത സ്ഥലത്തുനിന്ന് 5 ലക്ഷം രൂപയും കിട്ടി. അദ്ദേഹത്തിന്റെ ബെഡ്ഷീറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പോലീസ് റിക്കവർ ചെയ്തു. ഐപ്പാഡ് ഉപയോഗിക്കുന്നുണ്ട്, ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നുണ്ട്, വനത്തിലിരുന്ന് ലേറ്റസ്റ്റ് ആയ എല്ലാ ഇലക്ട്രോണിക് സാധനങ്ങളും ഉപയോഗിക്കുന്ന വ്യക്തിയായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും പശ്ചിമഘട്ട മലനിരയിൽ അന്ന് രൂപേഷ്, ഭാര്യ ഷൈന എന്ന് 2 പേര്, അവർ ഭവാനി ദളത്തിന്റെ ചാർജാണ്. കേരളത്തിലെ 3-4 ദളങ്ങളുണ്ടെന്നാണ് അന്നത്തെ വാർത്തയിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. 1 കബനി ദളം, 2 ഭവാനി ദളം, 3 നാടുകാണി, 4 ശിരുവാണി. ഇങ്ങനെ 4 ദളങ്ങളിലാണ് ഇവിടുത്തെ പശ്ചിമഘട്ട മലനിരകളിലുള്ള നക്സൽ പ്രസ്ഥാനങ്ങൾ മുഴുവൻ പ്രവർത്തിക്കുന്നത്. പീപ്പിൾസ് വാർ ഗ്രൂപ്പ് ആന്ധ്രയിൽ ഉള്ളവരുമായിട്ട് ഇതിന് ബന്ധങ്ങളും ഉണ്ട്. എന്തായാലും പീപ്പിൾസ് വാർ ഗ്രൂപ്പുമായിട്ട് മുണ്ടൂർ രാവണിക്ക് അഭേദ്യമായ ബന്ധമുണ്ട്. മുണ്ടൂർ രാവണിയുടെ ഒപ്പം തന്നെയാണ് അകത്തത്തറ പോലീസ് സ്റ്റേഷനിലെ കണ്ണമ്പള്ളിയും അന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. അപ്പം അതിനുശേഷം നമ്മുടെയൊക്കെ അന്വേഷണത്തിൽ മുണ്ടൂർ രാവണി ബോംബെക്ക് പോയി. ബോംബെയിലും അവിടുത്തെ ഛത്തീസ്ഗഡിലും ഒക്കെ ആയിട്ടുള്ള ആന്ധ്രയായിട്ടുള്ള ബന്ധപ്പെട്ട് കിടക്കുന്ന നക്സൽ ഗ്രൂപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് മുണ്ടൂർ രാവണി എന്ന് അന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതിനകത്ത് ഗുരുവാസു ഉണ്ടായിരുന്നു, മാണി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അഭിലാഷ് പാടശ്ശേരി എന്ന് പറഞ്ഞ ആൾ. അങ്ങനെ 10-22 പേര് ഈ നക്സലുകാരെ വെടിവെച്ച് കഴിഞ്ഞപ്പോൾ അവരെ ഡെഡ് ബോഡി ഏറ്റെടുക്കാനും മുദ്രാവാക്യം വിളിച്ച് റോഡിക്കട പ്രകടനം നടത്തിയൊക്കെ നമ്മൾ കണ്ടു. അതും പശ്ചിമഘട്ട മലനിരകളില് ഇപ്പോഴും ഈ ദളങ്ങൾ ആക്റ്റീവാണ്. അതിനകത്തെ കുപ്പുസ്വാമിയെയും അതുപോലെ അജിതയും കൊലപ്പെടുത്തിയെങ്കിലും പോലീസ് വെടിവെച്ച് കൊന്നെങ്കിലും കുപ്പുസ്വാമിയുടെ വീട്ടുകാര് ഡെഡ് ബോഡി കൊണ്ടുപോയെങ്കിലും ഈ പെൺകുട്ടിയുടെ വീട്ടുകാര് അജിതയുടെ ഡെഡ് ബോഡി ഏറ്റെടുക്കാൻ അവർ തയ്യാറായില്ല. അവരാരും വന്നില്ല. അവര് പറഞ്ഞ് ഞങ്ങള് അവളോടൊപ്പം അല്ല, അവള് വേറെ ചിന്തയിലൊക്കെ പോയവളാണ്, അതുകൊണ്ട് ആ ഡെഡ് ബോഡി ഏറ്റെടുക്കാൻ കഴിയില്ല എന്നൊരു സംഭവം. എന്തായാലും പീപ്പിൾസ് വാർ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു റെയ്ഡിൽ തന്നെയാണ് ഈ സംഭവം ഉണ്ടായെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ 65 വയസ്സുണ്ട് കണ്ണമ്പള്ളിക്ക്. അദ്ദേഹത്തിന്റെ ഫാദർ അംബാസഡറായിരുന്നു സ്വീഡനിലെ. എങ്കിലും ഇപ്പൊ എറണാകുളത്ത് 1-2 വർഷമായിട്ട് അവിടെ തന്നെ കാണുന്നു. എങ്കിലും അദ്ദേഹം ഈ പ്രസ്ഥാനത്ത് നിന്ന് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കാരണം അടിയുറച്ച വിശ്വാസവും ഇന്ത്യയിലെ ഒരു വിപ്ലവം ഉണ്ടായി മാത്രമേ ഇപ്പോഴത്തെ ഭരണത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭരണഘടനാപരമായ രാജ്യം ഭരിക്കുന്നവരിൽ നിന്ന് മോചനം ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്ന വ്യക്തി തന്നെയാണ് കണ്ണമ്പള്ളി. ആ ചിന്തയിൽ നിന്നും മാറിയിട്ടില്ല. അദ്ദേഹം എഴുത്തും വായനയായിട്ട് മാത്രമാണ് കഴിഞ്ഞ 2 വർഷമായിട്ട് ആ വീട്ടിൽ കഴിഞ്ഞുകൂടുന്നതെന്നൂടെ വാർത്ത വരുന്നുണ്ട്. എന്തായാലും ഈ കണ്ണമ്പള്ളിയെ പലർക്കും അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ പൂർവ്വചരിത്രങ്ങളും അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കിയതുള്ള കാര്യങ്ങൾ പറയാൻ കാരണം.